ആലപ്പുഴ കരുവാറ്റയിൽ കൊച്ചുമകൾ ഉൾപ്പെടുന്ന സംഘം വയോധികനെ കൊലപ്പെടുത്താൻ 2 പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായി പോലീസ്. വീടിന്റെ ഓട് നീക്കി മുകളിൽ നിന്ന് ഭാരമുള്ള കല്ല് തലയിലേക്കിട്ട് കൊലപ്പെടുത്താനായിരുന്നു ആദ്യം ആസൂത്രണം നടന്നത്. വീടിന്റെ മേൽക്കൂരയിൽ കയറി ഓട് നീക്കിയപ്പോഴാണ് ഈ പദ്ധതി നടപ്പിലാകില്ലെന്ന് മനസ്സിലായത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ 13-കാരി മാതാപിതാക്കളുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2017 പുറത്തിറങ്ങിയ തമിഴ് സിനിമ സ്പൈഡറിന്റെ സ്വാധീനത്തിൽ മേൽക്കൂര പൊളിച്ച് കല്ല് താഴേക്കിട്ട് കൊലപ്പെടുത്താനായിരുന്നു ആദ്യ പ്ലാൻ. അത് നടക്കാതെ വന്നതോടെയാണ് പ്ലാൻ ബി നടപ്പിലാക്കിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. മാതാപിതാക്കളുടെ സ്നേഹം അറിഞ്ഞിട്ടില്ലെന്ന് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞു. ചോദ്യം ചെയ്യലിലുടനീളം ഒരു ഭാവഭേദവുമില്ലായിരുന്ന പെൺകുട്ടി വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടി കഴിഞ്ഞ വർഷം വരെ കൊല്ലം ജില്ലയിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ വെച്ചാണ് കൊല്ലം പറവൂർ സ്വദേശിയായ +1 വിദ്യാർത്ഥിയുമായി അടുപ്പത്തിലായത്. ബൈക്കും ഫോണും വാങ്ങാനായി വീട്ടിലെ പണം മോഷ്ടിക്കാൻ ഇവർ നേരത്തെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 65-കാരൻ തന്നോട് മോശമായി പെരുമാറിയെന്നും കൊന്നുകളയണമെന്നും പെൺകുട്ടി ആൺ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. 15-ന് രാത്രി മാവേലി എക്സ്പ്രസിൽ ഹരിപ്പാട്ടെത്തിയ പ്രതികൾ ബസ്സിലും ഓട്ടോറിക്ഷയിലുമായി കരുവാറ്റയിലെ വീട്ടിലെത്തി കൃത്യം നടത്തി മടങ്ങി. അദ്ദേഹത്തിന്റെ തുടകളും ഒക്കെ കെട്ടിവരിഞ്ഞ്, കയ്യൊക്കെ കെട്ടിവരിഞ്ഞ്, കഴുത്തൊക്കെ വലിയ ഞെരുക്കത്തിൽ കുരുക്കിട്ട്, കയറല്ല തുണികൾ ഉപയോഗിച്ചു അദ്ദേഹത്തെ ആ മൂലയ്ക്ക് കൊന്നിട്ടിരിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ടാണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പം കുട്ടി അവിടെ നിന്ന് കരഞ്ഞു. കരുവാറ്റ കൊലപാതകത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടിയ പോലീസിനെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചു. ആ കൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രതികളെ പിടിച്ചു. ഭംഗിയായി കേരള പോലീസ് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആലപ്പുഴ SP, DIG എല്ലാവരും അതിനകത്ത് വളരെ ശുഷ്കാന്തി കാണിച്ചു. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട വയോധികന്റെ സംസ്കാരം നാളെ നടക്കും. കുട്ടികളെ കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നതാണ് പോലീസ് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ജാഗ്രത പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം കരുവാറ്റയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.